ഹായ് ഗൈസ്, DevBrozന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോഴിമുട്ട വിരിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്കൊരു 12 വോൾട്ട് DC ഫാനാണ് വേണ്ടത്. ഇത് CPU-ൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് പാത്രം വേണം. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിന് 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ DC ഫാൻ ഒന്ന് നമ്മുടെ പാത്രത്തിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു 60 വാട്ട് ബൾബാണ് വേണ്ടത്. പിന്നെ ഒരു ബൾബ് ഹോൾഡറും വേണം. അപ്പോൾ നമുക്ക് ആ ബൾബ് ഒന്ന് ഹോൾഡറിലേക്ക് ഇട്ട് വെക്കാം. പിന്നെ നമുക്കൊരു 2 പിന്നോ 3 പിന്നോ ആയിട്ടുള്ള കേബിളാണ് വേണ്ടത്. നമ്മളിവിടെ 3 പിൻ വയർ എടുത്തുകൊണ്ട് ഇതിലത്തെ എർത്ത് വയർ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഈ കേബിളിൽ നിന്ന് ഒരു വയർ എടുത്ത് നമുക്ക് ബൾബ് ഹോൾഡറിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു വയർ കൂടി വേണം. ആ വയർ ബൾബ് ഹോൾഡറിൻ്റെ അടുത്ത പിന്നിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ബൾബ് DC ഫാനിൻ്റെ മുന്നിലായിട്ട് ഫിക്സ് ചെയ്യാണ്. ഈ ബൾബ് അവിടെ സ്ട്രോങ് ആയി ഫിക്സ് ആവാൻ ഗ്ലൂ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ ഇൻക്യുബേറ്റർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ബാക്കി നമുക്ക് ദേവജ് കാട്ടിത്തരും. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു തെർമോസ്റ്റാറ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ദേവാങ്ക് സെറ്റ് ചെയ്ത് വെച്ച ആ ബോക്സ് എടുക്കാം. എന്നിട്ട് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും ഫാനിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ ഫാനിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് വയർ ഫാനിൻ്റെ നെഗറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് കണക്ട് ചെയ്ത് വെച്ച നെഗറ്റീവ് വയർ തെർമോസ്റ്റാറ്റിൻ്റെ ഗ്രൗണ്ടിലേക്കും പോസിറ്റീവ് വയർ പോസിറ്റീവ് 12 വോൾട്ട് എന്ന് എഴുതിയ പിന്നിലേക്കും സ്ക്രൂ ചെയ്യാം. ഇനി നമുക്ക് തെർമോസ്റ്റാറ്റിലെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ സെൻസറിൽ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് കാണിക്കുക. ഇപ്പോൾ 29.8 ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ സെൻസർ കൈ പിടിച്ചപ്പോൾ ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തെർമോസ്റ്റാറ്റിൽ 3 സ്വിച്ചസ് ആണ് വരുന്നത്. ഇതിലെ ഫസ്റ്റ് സ്വിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും സെക്കൻഡും തേർഡ് സ്വിച്ചസ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് ആ സെറ്റ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേയിൽ 24.8 ആണ് കാണിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 37.7 സെറ്റ് ചെയ്യാം. ഇനി സെറ്റ് ബട്ടൺ വീണ്ടും ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് P0 എന്ന് കാണാം. അപ്പോൾ അവിടെ C ആണെങ്കിൽ Hലേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ബട്ടൺ വെച്ച് P1 പോവാം. എന്നിട്ട് ഒന്നും കൂടി സെറ്റ് ബട്ടൺ അമർത്താം. എന്നിട്ട് P1 0.4 ആക്കി സെറ്റ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ബട്ടൺ ഒന്നും കൂടി ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് തെർമോസ്റ്റാറ്റിൻ്റെ K0 K1 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് ബൾബ് സീരീസായി കണക്ട് ചെയ്യാം. ബൾബിൽ നിന്ന് പ്ലഗിലേക്ക് പോകുന്ന ഒരു വയറിൻ്റെ ഇടയിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ 2 വയറും നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തെർമോക്കോൾ ബോക്സ് ആണ്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് വേഗം തെർമോക്കോൾ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ സെറ്റായി. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ 37.7 ആവുമ്പോൾ നമ്മുടെ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ അത് കുറഞ്ഞു വന്ന് 37.3 ആവുമ്പോൾ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വിരിയിക്കാനായിട്ട് 12 കോഴിമുട്ടയാണ് വെക്കുന്നത്. അപ്പോൾ പഴയ മുട്ട ഏതാണെന്ന് അറിയാൻ ഓരോ കോഴിമുട്ടേൻ്റെ മുകളിലും നമ്മൾ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 മാർക്ക് ചെയ്ത കോഴിമുട്ടയാണ് ഏറ്റവും പുതിയ കോഴിമുട്ട. ബാക്കിയെല്ലാം നമ്മൾ ഓർഡറിലാണ് മാർക്ക് ചെയ്തത്. അതായത് 2ാമത്തെ കോഴിമുട്ട എന്ന് പറയുന്നത് ഏറ്റവും പഴയ കോഴിമുട്ടയും 12ാമത്തെ കോഴിമുട്ട എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കോഴിമുട്ടയാണ്. ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബോക്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലത്തെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഇനി കോഴിമുട്ട വെക്കുന്നതിന് മുന്നേ അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ കോഴിമുട്ടയും ഇൻക്യുബേറ്ററിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ടെമ്പറേച്ചർ സെൻസർ എല്ലാ കോഴിമുട്ടയും വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. കാരണം നമ്മുടെ കോഴിമുട്ടയുടെ അടുത്ത് എത്ര ടെമ്പറേച്ചർ വേണമെന്നാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. അല്ലാതെ സെൻസർ വേറെ സൈഡിലൊന്നും നമ്മൾ കൊണ്ടുപോയി വെക്കരുത്. ഇനി അടുത്ത 21 ദിവസം നമ്മൾ എല്ലാ മുട്ടയും 3 നേരം തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മുടെ കോഴിമുട്ടയ്ക്ക് 2 സൈഡിലും ഒരേപോലെ ചൂട് കിട്ടുകയുള്ളൂ. അപ്പോൾ രാവിലെ ഇതേപോലെ മാർക്കിംഗ് ഉള്ള ഭാഗമാണെങ്കിൽ വൈകുന്നേരം അത് അടിയിലോട്ടാക്കി മറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും അത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത 21 ദിവസം നമ്മളെല്ലാ മുട്ടയും ഇതേപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ കോഴിമുട്ടയൊക്കെ വെച്ച് ഇനി നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്റർ അടച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഈ കോഴിമുട്ടയൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 21 ദിവസം കോഴിമുട്ട ഫുള്ള് വിരിയാൻ. അപ്പൊ അതിന്റെ ഇടയിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്തൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമന്റ് ചെയ്യുക.